ഒരു ആൺകുട്ടി കാടിൽ കണ്ണു തുറന്നു. പുതുതായി ജനിച്ച കുഞ്ഞിനെ പോലെ അവന്റെ ശരീരം മുഴുവൻ ഒട്ടിപ്പിടിക്കുന്ന ഒരു ദ്രാവകത്തിൽ മൂടപ്പെട്ടിരുന്നു. ഒന്നും മനസ്സിലാകാതെ അവൻ റോഡിലേക്ക് നടന്നു. വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ലാത്തതിനാൽ പോലീസ് അവനെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവനെക്കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിലുപരി താൻ ആരാണെന്ന് ആ കുട്ടിക്ക് തന്നെ അറിയില്ലായിരുന്നു. പരിശോധനയ്ക്കിടെ ഒരാൾ അവന്റെ ഷർട്ട് ഉയർത്തിയപ്പോൾ എല്ലാവരും അമ്പരന്നു. കാരണം അവന് പൊക്കിൾക്കുഴി ഉണ്ടായിരുന്നില്ല. ആ വിചിത്ര കാഴ്ച കണ്ട ഡോക്ടർ കൂടുതൽ പഠനത്തിനായി ആ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനിടെ വീട്ടിൽ മറ്റൊരാൾ ഉണ്ടെന്നറിയാതെ അന്ന് ഒരു ടവൽ മാത്രം ധരിച്ച് പുറത്തേക്ക് വന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആൺകുട്ടി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട അവൾ ഭയന്ന് സ്വന്തം മുറിയിലേക്ക് ഓടി. എന്തിനാണ് അവൾ ഇങ്ങനെ പേടിച്ചോടിയതെന്ന് ആ കുട്ടിക്ക് മനസ്സിലായില്ല. അല്പസമയത്തിന് ശേഷം മനോഹരമായൊരു പിയാനോ സംഗീതം അവൻ കേട്ടു. ആ സംഗീതത്തെ പിന്തുടർന്ന് അയൽവീട്ടിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി പിയാനോ വായിക്കുകയായിരുന്നു. ആ സംഗീതത്തിൽ മുഴുകി നിന്ന ആൺകുട്ടിയെ പെൺകുട്ടി പെട്ടെന്ന് കണ്ടു. ഞെട്ടിപ്പോയ അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരികെ ഓടി. അന്ന് വൈകുന്നേരം അയൽവാസിയായ സ്ത്രീ മകളുമായി ഡോക്ടറുടെ വീട്ടിലെത്തി. തന്റെ മകളോട് ആ കുട്ടിക്ക് മോശം ഉദ്ദേശമാണെന്ന് അവർ കരുതി പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ ആൺകുട്ടിയോട് പ്രണയത്തിലായിരുന്നു. മകളുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട അമ്മ ഒടുവിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം ഡോക്ടർ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മിനിറ്റിൽ പോലും കുറവ് സമയത്തിനുള്ളിൽ അവൻ ബുദ്ധിശേഷി പരീക്ഷ പൂർത്തിയാക്കി. അതും പൂർണ്ണ മാർക്കോടെ. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആ കുട്ടിയുടെ മസ്തിഷ്കം 99% വരെ വികസിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി.